പ്രിയ കൂട്ടുകാരെ, ഭാഷാ കൈരളി ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 10ാം തരം കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. പിറന്ന നാടിൻ പെരുമയിൽ എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. ഈ യൂണിറ്റിൽ 3 പാഠങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ദേശവും എഴുത്തും എന്ന പാഠമാണ്. കോവിലൻ, നാരായൺ, യു.എ. ഖാദർ, ഷീല ടോമി എന്നിവരുടെ നാട്ടനുഭവങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റുള്ളത്. 2ാമത്തെ യൂണിറ്റ് നമ്മൾ നോക്കുമ്പോൾ ആലപ്പുഴ വെള്ളം എന്ന് പറയുന്ന അനിതാ തമ്പിയുടെ കവിതയാണ്. 3ാമത്തെ പാഠം മുരിങ്ങാത്തോപ്പ് എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റെ ഒരു കഥയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 3 പാഠഭാഗങ്ങളും നമ്മളെ നാട്ടറിവ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജനിച്ചു വളർന്ന സ്ഥലത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ്, കവിതകളാണ്, കഥകളാണ്. ഈ യൂണിറ്റിൻ്റെ പേര് തന്നെ പിറന്ന നാടിൻ പെരുമയിൽ എന്നാണ്. ഇത് പെരുമ എന്ന് പറയുന്ന അർത്ഥമാണ് ശ്രേഷ്ഠത, മഹത്വം എന്നൊക്കെയുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ നാടിനൊരു ശ്രേഷ്ഠത, ഓരോ നാടിനും ഓരോ ശ്രേഷ്ഠത അല്ലെങ്കിൽ മഹത്വം ഉണ്ടാവും. അങ്ങനെ എഴുത്തുകാരുടെ നാടിനെക്കുറിച്ചുള്ള മഹത്വം, പെരുമ, ശ്രേഷ്ഠത ഒക്കെ തന്നെയാണ് ഈ കൃതികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യമായി എൻ.കെ. ദേശത്തിൻ്റെ മറുനാട്ടിൽ നിന്ന കവിതയിലെ ഏതാനും വരികളാണ് പ്രവേശക പാഠത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ എൻ.കെ. ദേശം എന്ന് അറിയപ്പെടുന്ന മലയാളത്തിലെ പ്രശസ്തനായ കവിയും നിരൂപകനുമാണ്. ഇദ്ദേഹത്തിൻ്റെ ശരിയായ പേര് എൻ. കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. 1936 ഒക്ടോബർ 31 ആലപ്പുഴയിലെ ദേശം ഗ്രാമത്തിലാണ് ജനനം. അതുകൊണ്ടാണ് ദേശത്തിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ തൂലികനാമമായിട്ടുള്ളത് എൻ.കെ. ദേശം. അതിശക്തമായ രീതിയിലുള്ള സാമൂഹിക വിമർശനമാണ് എൻ.കെ. ദേശത്തിൻ്റെ മിക്ക കവിതകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. എന്താണ് കവിത? മറ്റേതു നാട്ടിൽ പറിച്ചു നട്ടാലുമെൻ പൊട്ടിയ നാരായ വേരിൻ്റെ അറ്റത്ത് പൊട്ടിച്ചിനച്ചു തയക്കാൻ കൊതിപ്പു ഞാൻ, മങ്ങാതെയുണ്ടൻ മനസ്സിൽ എന്നാളുമീ മണ്ണിൽ കിളിർക്കും കിനാക്കളും പൂക്കളും. അപ്പോൾ എനിക്ക് ദേശത്തിൻ്റെ മറുനാട്ടിൽ നിന്ന കവിതയിലെ ഏതാനും വരികളാണിതല്ലേ. ഏത് നാട്ടിൽ പോയാലും ജന്മനാട് ഒരുവന് സ്വപ്നം സമ്മാനിക്കുമെന്നാണ് ഈ കവിത പറയുന്നത്. അപ്പോൾ മറ്റേത് നാട്ടിൽ പറിച്ചു നട്ടാലും എന്നിൽ മുളപൊട്ടിയ നാരായ വേരെന്താണ്? പ്രധാനപ്പെട്ട വേരാണ്. അറ്റത്ത് പൊട്ടി മുളച്ചു തയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു നാട്ടിൽ താമസിക്കാൻ ഇടവന്നാലും ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാൻ എപ്പോഴും ഏതൊരുവനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പല രാജ്യങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടാകും, പോകേണ്ടവരാണ് കൂട്ടുകാർ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടാകും മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെപ്പോഴും നമ്മുടെ നാടിനെക്കുറിച്ചുള്ള ഓർമ്മ, നാട്ടുകാരെക്കുറിച്ചുള്ള ഓർമ്മ, നമ്മളെ കുട്ടിക്കാലത്ത് നടന്ന വഴികളെക്കുറിച്ചുള്ള ഓർമ്മ, ഇങ്ങനെ നമ്മുടെ ഓർമ്മകളിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ എന്താണ് പിന്നോട്ടേ വന്ന സ്ഥലത്തേക്ക് എത്താനാണ് ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഇവിടെ എനിക്ക് ദേശവും പറഞ്ഞത് തന്നെയാണ്. എന്താ, നമ്മൾ മറ്റേത് നാട്ടിൽ പറിച്ചു നട്ടാലും എൻ്റെ പൊട്ടിയ നാരായ വേരിൻ്റെ അറ്റത്ത് പൊട്ടി ചിനച്ചു തയക്കാൻ കൊതിപ്പു ഞാൻ, മങ്ങാതെയുണ്ടൻ മനസ്സിൽ എന്നോളം ഈ മണ്ണിൽ കിളിർക്കും കിനാക്കളും പൂക്കളും. അപ്പോൾ എന്നും കെടാതെ മനസ്സിൽ നിൽക്കുകയാണ് ജന്മനാട്ടിൽ കിളിർത്തു വരുന്ന സ്വപ്നങ്ങളും സന്തോഷത്തിൻ്റെ പൂക്കളും എന്നാണ് പറഞ്ഞത്. ഈ വരികളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു വ്യക്തി ജനിച്ച അതേ നാടും ഭാഷയും സംസ്കാരവും അവൻ്റെ സ്വത്വത്തിൽ എത്രമാത്രം ആഴത്തിൽ വേരൂന്നിരിക്കുന്നു എന്നും എവിടെ പോയാലും ഈ ദേശസങ്കല്പം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ലെന്നും കവി ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഏതൊരു മലയാളിക്കും, പ്രത്യേകിച്ചും മറുനാട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തം അനുഭവമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചാൽ നമുക്കറിയാം, ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചെടി നമ്മൾ പറിച്ചു നട്ട് മറ്റൊരു കുഴിയിൽ വെച്ചാൽ അത്
പൂർണ്ണമായും വളരാൻ ഏറെ സമയമെടുക്കും അല്ലേ? അപ്പോഴും ആ ചെടി സ്വന്തം കുയിലാണെങ്കിലോ നന്നായിട്ട് വളരും. അതുതന്നെയാണ് മനുഷ്യൻ്റെയും അവസ്ഥ. ജന്മനാടാണ് അവന് ഏറെ സന്തോഷം കൊടുക്കുന്നത്. അവന് വളരാനും ഉയരാനും ഒക്കെ ജന്മനാടാണ് കൂടുതൽ മികച്ചത് എന്നാണ് ഈ കവിതയിലൂടെ നമ്മളോട് പറയുന്നത്. തുടർന്ന് ദേശവും എഴുത്തും എന്ന പാഠഭാഗത്തിൽ കടക്കുന്നതിന് മുമ്പിട്ട് ഒരു വരി കാണാം അല്ലേ? നീരാവിയിലെ നീര് പോലെ ഓരോ എഴുത്തിലും ഒരു നാടൊളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നീരാവിയിൽ എങ്ങനെയാണോ ജലത്തിൻ്റെ അംശമുള്ളത്, അതുപോലെ തന്നെ ഓരോ എഴുത്തുകാരൻ്റെ കൃതികളിലും അവൻ്റെ നാടിനെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടാകും. അത് ഒളിച്ചിട്ടുണ്ടാവും, ഒളിച്ചിരിപ്പുണ്ടാവും എന്നാണ് പറയുന്നത് അല്ലേ? ഏത് കാര്യങ്ങൾ വിവരിക്കുമ്പോഴും തൻ്റെ നാടിൻ്റെ ഓർമ്മ, തൻ്റെ കുട്ടിക്കാലം, താൻ വളർന്നു വന്ന അവസ്ഥ അല്ലേ, നേരിട്ട് അത് സന്തോഷമായാലും ദുഃഖമായാലും ഒക്കെ ഒളിച്ചിരിക്കും ഓരോ കൃതിയിലും. അപ്പോൾ ഇങ്ങനെ തൻ്റെ നാടിനെക്കുറിച്ചുള്ള ചിന്തയില്ലാത്ത, ഓർമ്മയില്ലാത്ത കൃതികൾ കാണാൻ നമുക്ക് വളരെ പ്രയാസമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നമുക്ക് തട്ടകം എന്നുള്ളതാണ് അല്ലേ? കോവിലൻ എന്ന് പറയുന്ന മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1923, മരണം 2010 തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് കണ്ടാണശ്ശേരിയിലാണ് ജനിച്ചത്. വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ പേര്. എന്താണ്? വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ. റോയൽ ഇന്ത്യൻ നേവിയിലും കോൾ ഓഫ് സിഗ്നൽസിലും പ്രവർത്തിച്ചു. 1968 സൈന്യത്തിൽ നിന്ന് വിരമിച്ചു. ഈ ജീവിതം ആനന്ദമാണ്. ഒരിക്കൽ മനുഷ്യനായിരുന്നു, ഒരു കഷ്ണം അസ്ഥി, തേർവാഴ്ചകൾ, സുജാത, ശകുനം, തിരഞ്ഞെടുത്ത കഥകൾ, കോവിലിൻ്റെ കഥകൾ, ഇതൊക്കെ കഥാസമാഹാരങ്ങളാണ്. A-B, ഏഴാമിടങ്ങൾ, താഴ്വരകൾ, തോറ്റങ്ങൾ, ഹിമാലയം, ഭരതൻ, ജന്മാന്തരങ്ങൾ, തട്ടകം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്. തട്ടകം എന്ന നോവൽ 1995 പ്രസിദ്ധീകരിച്ചത്. തോറ്റങ്ങൾ, ശകുനം എന്നിവ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി. തട്ടകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. തട്ടകം എന്ന ഏറെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോവലിലൂടെ അദ്ദേഹം തൻ്റെ സ്വന്തം ഗ്രാമമായ കണ്ടാണിശ്ശേരിയിലെ തലമുറകളുടെ ചരിത്രമാണ് പറയുന്നത്. കണ്ടാണശ്ശേരിയെക്കുറിച്ചാണ് ഈ ഭാഗത്തും പറഞ്ഞിരിക്കുന്നത്. തട്ടകം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് കൂട്ടുകാരെ? പ്രവർത്തന സ്ഥലം എന്നാണ് അർത്ഥം. അധികാര അതിർത്തി എന്നും അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള സ്ഥലം എന്ന അർത്ഥവും നമുക്ക് തട്ടകത്തിന് കാണാൻ പറ്റും. ചേലക്കുളങ്ങര ഭഗവതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന മുപ്പിലിശ്ശേരിയിലാണ് ഈ നോവലിൻ്റെ പശ്ചാത്തലം. നേരത്തെ ഞാൻ പറഞ്ഞു, തൃശ്ശൂർ ജില്ലയിലെ ഉൾനാടൻ പ്രദേശമായ കണ്ടാണശ്ശേരിയാണ് കോവിലൻ്റെ ദേശം. നേരത്തെ പറഞ്ഞു നമ്മളല്ലേ. കണ്ടാണശ്ശേരി നോവലിൽ മുപ്പിലിശ്ശേരിയായി മാറുന്നുണ്ട്. 3 തോടുകളുടെ നാടാണ് കണ്ടാണശ്ശേരി. ചൊവ്വല്ലൂർ തോട്, വാച്ചാൽ, പൊന്നാംതോട് എന്നിവ. ഈ തോടുകളെ പുഴകളാക്കി കോവിലൻ സങ്കല്പിക്കുകയാണ്. അങ്ങനെ 3 പുഴകളുടെ നാട് മുപ്പിലിശ്ശേരിയായി. കേരളീയ സംസ്കൃതിയുടെ സുവിശേഷതകൾ 6 ഖണ്ഡങ്ങളായി ഈ നോവലിൽ ആവിഷ്കൃതമാകുന്നുണ്ട്. പുരാവൃത്തം, പിതാക്കൾ, ഭിക്ഷു, സ്കൂൾ, നാട്ടായ്മകൾ, സന്തതികൾ എന്നിങ്ങനെ ഓരോ ഖണ്ഡത്തിനും പേരു കൽപ്പിച്ചിരിക്കുന്നു. 1-ാം ഖണ്ഡത്തിൽ 9ഉം, 2-ൽ 10ഉം, 3-ൽ 14ഉം, 4-ൽ 17ഉം, 5-ൽ 9ഉം, 6-ൽ 8ഉം ഉൾപ്പെടെ ആകെ 67 അധ്യായങ്ങളാണ് ഈ നോവലിലുള്ളത്. കഥാകാരൻ നേരിട്ടും കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലൂടെയും ആഖ്യാനം നിർവഹിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിൻ്റെ പ്രമേയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ബദൽ ചരിത്രമെന്നോ പ്രാദേശിക ചരിത്രമെന്നോ സൂക്ഷ്മ ചരിത്രമെന്നോ എല്ലാം വിശേഷിപ്പിക്കാവുന്ന നോവലാണ് തട്ടകം. അംഗീകൃത ചരിത്ര രചനകൾ പലതും സാധാരണ ജനങ്ങളുടെ ജീവിതം ആവിഷ്കരിക്കുന്നില്ല. നാടോടി വഴക്കങ്ങളിൽ നിന്ന് ഉറവെടുക്കുന്ന ഒരു നാടിൻ്റെ സ്പന്ദനങ്ങളാണ് ഈ കൃതി ഉൾക്കൊള്ളുന്നത്.
തട്ടകം എന്ന പദത്തിന് നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള സ്ഥലം എന്ന അർത്ഥമാണ് കാണാൻ പറ്റുന്നത്. ചോലക്കുളങ്ങര ഭഗവതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന മുപ്പിലിശ്ശേരിയാണ് ഈ നോവലിൻ്റെ പശ്ചാത്തലം എന്ന് മനസ്സിലാക്കുക. കോവിലം പറയുന്നുണ്ട്, ഞാൻ കണ്ടാണശ്ശേരിയുടെ ചരിത്രം പറയുകയാണ്. ചരിത്രകാരന്മാർക്ക് വേറെ അഭിപ്രായമുണ്ടാകും. ഇതെൻ്റെ അഭിപ്രായമാണ്. അതിന് എൻ്റേതായ കാരണങ്ങളുമുണ്ട്. ഞാൻ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ചിന്തിച്ചുണ്ടാക്കിയതുമാണ് ഇതെല്ലാം. പുസ്തകങ്ങളിൽ ചരിത്രം അന്വേഷിച്ചു പോയി കണ്ടെത്തിയതല്ല. ഇതാണ് കോവിലൻ തൻ്റെ നോവലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തട്ടകത്തിലെ ആ ഭാഗത്തിലേക്ക് കടക്കാം. കിഴക്കുമുറിയിൽ കുന്നുകളുടെ ഒരു നികന്ന നിര. തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന്, വടക്ക് ചെറുകുന്ന്. തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന്. കുന്നുകളുടെ താഴ്വരയിൽ ഇരുട്ടടച്ച് കവുങ്ങിൻ തോപ്പുകൾ. താഴെ കൊയ്ത്തു കഴിഞ്ഞ് ഉഴുതുലർന്ന ഒരൊടിനിലം. ആൽത്തേരിപ്പാടം. പാടത്തിനപ്പുറത്ത് തെങ്ങിൻ തോപ്പുകളായി. പഞ്ചാര മണപ്പരപ്പിൽ നാടാകെ നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ തോടുകൾ, കുണ്ടനിടവഴികൾ. കൂട്ടുകാരെ, ഈ ഭാഗത്ത് തൻ്റെ ഗ്രാമത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് വരച്ച് കാട്ടിയിരിക്കുന്നത് അല്ലേ? കിഴക്കുമുറിയിൽ കുന്നുകളുടെ നിരത കാണുന്നുണ്ട്. അതിൻ്റെ തെക്കേ അറ്റത്ത് തേട്ടിക്കുന്നാണ്, വടക്ക് ചെറുകുന്ന്. തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിലായിട്ട് പുല്ലാനിക്കുന്ന്. ഇങ്ങനെ കുന്നുകളെക്കുറിച്ചാണ് അല്ലേ? ആ കുന്നുകളുടെ താഴ്വരയിൽ എന്താണ്? ഇരുട്ടടച്ച് അല്ലേ? ഇരുട്ടിലുള്ള എന്താണ്? കവുങ്ങിൻ തോപ്പുകളുണ്ട് അല്ലേ? ഇരുട്ടുകൊണ്ട് അടച്ചിരിക്കുകയാണ് കവുങ്ങിൻ തോപ്പുകൾ. അതിൻ്റെ താഴെ എന്താ കാണുന്നത്? കൊയ്ത്തു കഴിഞ്ഞ് ഉഴുതു മലർന്ന ഒരു ഒടിനിലമുണ്ട് അല്ലേ? കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഉഴുത് ഇട്ടിരിക്കുന്ന നിലം കാണുന്നത്. പിന്നെ എന്താ കാണുന്നത്? ആൽത്തേരിപ്പാടമാണ് അല്ലേ? പാടത്തിനപ്പുറത്ത് എന്താണ്? തെങ്ങിൻ തോപ്പുകളായി. തെങ്ങിൻ തോപ്പ്, പിന്നെ പഞ്ചാര മണൽപ്പരപ്പ്, പഞ്ചസാര പോലെയുള്ള അല്ലേ മണലിൻ്റെ പരപ്പ്. നാടാകെ നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ എന്തുണ്ട്? അതിൻ്റെ ഇടയിലൂടെ തോടുകൾ, അതുപോലെ തന്നെ അല്ലേ കുണ്ടൻ ഇടവഴികൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത്ര മനോഹരമായ വർണ്ണനയാണ് അല്ലേ? മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിൻ്റെ ചിത്രമാണ് കോവിലൻ ഈ ഭാഗത്ത് വരച്ചിട്ടിരിക്കുന്നത്. ഇതുവരെ കൂട്ടുകാർക്കും തൻ്റെ നാടിനെക്കുറിച്ച് അല്ലേ ഭാവനയിൽ ഇങ്ങനെ എഴുതാൻ പറ്റൂലേ? നമ്മൾ നടന്നു വരുന്ന വഴികൾ, അതുപോലെ തന്നെ ഇപ്പം കാലം മാറിയിട്ടുണ്ടല്ലേ? പണ്ടത്തെ പോലെ നമുക്ക് ഇതുപോലെ തന്നെ കുന്നുകളും അതുപോലെ തന്നെ പാടങ്ങളൊക്കെ കൂട്ടുകാർ കണ്ടെന്ന് വരില്ല. അത് മാത്രമല്ല, നമ്മളൊക്കെ ഇന്നിപ്പോൾ വാഹനത്തിലാണ് നടന്നു വരുന്നില്ലല്ലോ. പണ്ട് കാലത്ത് നമ്മൾ നടന്നിട്ടായിരുന്നു സ്കൂളിലേക്ക് പോയിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെന്താണ് വീട്ടിൽ നിന്ന് അല്ലേ വാഹനത്തിൽ കയറി സ്കൂളിലെത്തുന്നു, സ്കൂളിൽ നിന്ന് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് എത്തുന്നു. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ, നമ്മുടെ നാടിനെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലുണ്ടായ ചിത്രങ്ങളിൽ നമുക്ക് കൂട്ടുകാർക്കും ഇങ്ങനെ എഴുതി വെക്കാം. ഇനി നോവലിലെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കും. നമ്മൾ ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ വെള്ളമൊഴുകുന്ന ചാലുകളാണ്. കൈത്തോടുകളായിട്ട് ചെറിയ നീർച്ചാലുകളാണ് തോടുകളായിട്ട് മാറുന്നത്. ആ കൈത്തോടുകൾ അവിടെ നിന്നൊന്ന് ഇവിടെ നിന്നൊന്ന് ഒത്തുചേരുമ്പോൾ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒത്തുചേരുമ്പോൾ എന്തായി? ചെമ്മണ്ണൂർ താഴത്ത് ചവലൂർ തോടായി മാറുന്നു. പിന്നെ കാട്ടുപാടത്തെത്തുമ്പോൾ എന്താണ്? ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്നു. തേക്കാടത്തെത്തുമ്പോൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് മുപ്പിലിശ്ശേരിപ്പാടത്ത് കൂത്തമ്പലത്തിന് തൊട്ടപ്പുറത്ത് തലതല്ലി വലിയ തോട്ടിൽ ചേർന്നണഞ്ഞു. ത്രിവേണി എന്ന് ആരും പറഞ്ഞില്ല. മൂന്നോട് കൂലംകുത്തുന്ന സംഗമത്തിൽ നിരന്തരം ഉരുവപ്പെടുന്ന നീർച്ചുഴിയിൽ കിഴക്കേ കരയിലെ കണ്ടങ്ങൾക്ക് വരം പിടിഞ്ഞു. മൂന്നോടിനക്കരെ മണപ്പുറം തെളിഞ്ഞു. അപ്പോൾ ഇവിടെയും മനോഹരമായ തൻ്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള ചിത്രമാണ് അല്ലേ? എന്താണ്? ആർത്താറ്റുപാടത്തെ നീർച്ചാലുകളാണ്. അത് കൈത്തോടുകളായി മാറുന്നു. കൈത്തോടുകൾ അവിടെ നിന്നല്ലേ ഇവിടെ നിന്നൊക്കെ വന്നു ചേർന്നിരുന്നതാണ് ചെമ്മണ്ണൂർ താഴത്ത് ചവല്ലൂർ തോടായി മാറുന്നു. പിന്നെ എന്താണ്? കാട്ടുപാടത്തെത്തുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് തൈക്കോടെത്തുമ്പോൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞിങ്ങനെ മുപ്പിലിശ്ശേരി പാടത്ത് കൂത്തമ്പലത്തിന് തൊട്ടപ്പുറത്ത് അലതല്ലി എന്ന് പറയുന്നതാണ് ഓളം തല്ലി വലിയ തോട്ടിൽ ചേർന്നറഞ്ഞു. അപ്പോൾ ഈ ത്രിവേണി എന്നാരും പറഞ്ഞിട്ടില്ല.
മൂന്നോട് കൂലംകുത്തുന്ന, എന്താ കൂലംകുത്തുക എന്ന് പറഞ്ഞാൽ കരകവിയുകയാണ് അല്ലേ. കൂലംകുത്തുന്ന സംഗമത്തിൽ നിരന്തരം ഉരുവപ്പെടുന്ന പറഞ്ഞാൽ രൂപപ്പെടുകയാണ് അല്ലേ. ആ നീർച്ചുഴിയിലെ കിഴക്കേ കരയിലെ കണ്ടങ്ങൾക്ക് എന്താണ് വരം പിടിഞ്ഞു. ആ കിഴക്കേ കരയിലെ കണ്ടം പറമ്പിൻ്റെ വരമ്പൊക്കെ ഇടിഞ്ഞു പോയി. പിന്നെയോ മുനോടിനക്കരയെ മണപ്പുറം തെളിഞ്ഞു അല്ലേ. മൂന്നോടിനക്കര എന്താണ്, പിന്നെ മണപ്പുറത്തേക്കാണ് തെളിഞ്ഞു കാണുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തീരപ്രദേശമായ തളിക്കുളം, മതിലകം എന്നീ ബ്ലോക്കുകളിലെ പഞ്ചായത്തുകൾ പൊതുവെ മണപ്പുറം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തട്ടകത്തിലെ ഈ കുറച്ച് ഭാഗത്ത് കോവിലൻ തൻ്റെ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെയാണ് വരച്ചു കാട്ടുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. കൂട്ടുകാരെ, ദേശവർണ്ണനയുമായി ബന്ധപ്പെട്ട മറ്റൊരു കൃതിയാണ് നാരായൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ്റെ കൊച്ചരേത്തി എന്ന് പറയുന്ന നോവൽ. അപ്പോൾ നാരായൺ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നാരായണൻ എന്നാണ്. ഇടുക്കി ജില്ലയിലെ കൊടിയത്തൂർ മലയുടെ അടിവാരത്ത് ചാലപ്രത്തു രാമൻ്റെയും കൊടുകുട്ടിയുടെയും മകനായിട്ട് 1940 സെപ്റ്റംബർ 26 ജനിച്ചത്. അദ്ദേഹം കൊടിയത്തൂർ ഹൈസ്കൂളിൽ നിന്നും SLC പാസ്സായി തപാൽ വകുപ്പിലെ ജോലിയിൽ പ്രവേശിച്ചു. 1995 പോസ്റ്റ് മാസ്റ്ററായി വിരമിക്കുകയാണ്. സമൂഹത്തിൻ്റെ അടിത്തട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന നോവലുകളാണ് പ്രധാന സാഹിത്യ സംഭാവന എന്ന് പറയുന്നത്. പ്രകൃതിയോട് മല്ലിട്ട് ജീവിക്കുന്ന കേരളത്തിലെ ആദിവാസി സമൂഹമായ മലയന്മാരെക്കുറിച്ച് അനുഭവങ്ങളുടെ വെളിച്ചത്തിലെഴുതിയ നോവലാണ് കൊച്ചരേത്തി എന്ന് പറയുന്നത്. തുടക്കത്തിൽ നാരായണൻ കഥകളൊക്കെ എഴുതിയെങ്കിലും അതത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ആനുകാലികളൊക്കെ കഥകൾക്ക് എഴുതാറുണ്ടായിരുന്നു. 1998 കൊച്ചരേത്തി എന്ന നോവൽ പ്രസിദ്ധപ്പെടുത്തിയതോടെയാണ് സാഹിത്യരംഗത്ത് കേരളത്തിലെ ഗിരിവർഗത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ എഴുത്തുകാരനായി അദ്ദേഹം മാറിയത്. 1988 എഴുതിയ നോവൽ പ്രസാധകർ ഏറ്റെടുക്കാനില്ലാതെ 10 വർഷക്കാലം നാരായണനെ അത് കൊണ്ടു നടക്കേണ്ടി വന്നു. ഒടുവിൽ അത് DC ബുക്സ് പ്രസിദ്ധപ്പെടുത്തുകയായിരുന്നു. കേരളത്തിലെ വിവിധ ഗോത്ര വിഭാഗങ്ങളെ കൂട്ടിയിണക്കുന്ന രചനകൾ ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. മന്നാൻ, മുതുവാൻ, ഊരാളി, മലയർ ഉൾപ്പെടുന്ന ഗോത്രങ്ങളെ പരസ്പരം കോർത്തിണക്കുന്ന രചനകൾക്ക് ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഗോത്ര സമൂഹങ്ങളുടെ ചരിത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇദ്ദേഹം. പരിസ്ഥിതി സാഹിത്യവുമായി ഇണങ്ങി നിൽക്കുന്നു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ രചനയുടെ മറ്റൊരു പ്രത്യേകത. നമുക്ക് പാഠത്തിലേക്ക് വരാം. കൊച്ചരേത്തിയിലെ കുറച്ച് ഭാഗമാണ്. പെലത്തിൻ്റെ കൃഷിയുടെ നടുവിൽ ഒരു മരുതിൻ ചുവട്ടിലാണ് കഞ്ഞിപ്പൊര, മരുതിന് മുകളിൽ ഏറുമാടവും. അപ്പോൾ പെലം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. ആ നടുവിൽ മരുതിൻ വെച്ച വലിയൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് കഞ്ഞിപ്പൊരയുള്ളത്. കഞ്ഞി വെക്കുന്ന പൊരയാണ്, കഞ്ഞി വെക്കാനുള്ള പുരയാണ് കഞ്ഞിപ്പൊര എന്ന് പറയുന്നത്. മരുതിന് മുകളിൽ ഏറുമാടവും. മരുത് വലിയ വൃക്ഷമാണ്. ഏറുമാടം എന്ന് പറയുന്നതാണ് കൃഷിയിടങ്ങളൊക്കെ നോക്കാനും വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനും വേണ്ടിയിട്ട് മരത്തിന് മുകളിൽ കെട്ടുന്ന ചെറിയൊരു കുടിൽ പോലെയാണ് ഏറുമാടം എന്ന് പറയുന്നത്. കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് ആദ്യമായിട്ട് പറയുന്നത്. കൊച്ചുരാമൻ കഞ്ഞിപ്പൊരയിൽ കടന്നു. കൊച്ചുരാമൻ എന്ന കഥാപാത്രം കഞ്ഞിപ്പൊരയിലേക്ക് വരികയാണ്. വാരിയിൽ തൂക്കിയിട്ടിരുന്ന മുളം കുറ്റി എടുത്തു. അതിൽ നിന്നും ഉണങ്ങിയ പനമ്പഞ്ഞിയും ഒരു കഷ്ണം ഉരുക്കും അടുപ്പിലേക്ക് കരിക്കട്ടകൾ ഊതി ചാരം കളഞ്ഞു ചേർത്തു വെച്ചു. അടുത്തുണ്ടായിരുന്ന ഉരുളൻ വെള്ളാരങ്കല്ല് പൊടി തുടച്ചു. കയ്യിലിട്ട് തിരുമ്മി ചൂടാക്കിയ പനമ്പഞ്ഞി കരിക്കട്ടകൾക്കിടയിലാക്കി. പഞ്ഞിയോട് ചേർത്ത് പിടിച്ച് വെള്ളാരങ്കല്ലിൽ ഉരുക്കു കഷ്ണം ശക്തിയായി തുരച്ചു. പാറിവീണ തീപ്പൊരികൾ പഞ്ഞിയിൽ പടർന്നു. മെല്ലയൂതി തീപ്പെരുക്കി. അപ്പോഴേക്കും കുഞ്ഞാതിച്ചൻ 2 മുളംകുറ്റികൾ നിറയെ വെള്ളം കൊണ്ടുവന്നു. പഴയ മൺകലത്തിൽ ഒരു പിടി അരി കഴുകിയിട്ട് അടുപ്പത്താക്കി. ഏറുമാടത്തിന് അല്ലറ ചില്ലറ പണികൾ ബാക്കിയുണ്ട്. കീറിയുണക്കി ചുരുളായി കെട്ടിയ ചുരൽ വള്ളിയുമായി കുഞ്ഞാതിച്ചൻ പുറത്തിറങ്ങി. മരത്തിൽ ചേർത്തു കെട്ടിയ കല്ലൻ മുളയേന്തി. അതിൻ്റെ കമ്പുകൾ വാക്കത്തി മാടുകൊണ്ട് തട്ടി നോക്കി. കുഞ്ഞാതിച്ചൻ
മുകളിലോട്ട് കയറി, പുറകെ കൊച്ചുരാമനും. അപ്പോൾ ഇവരുടെ ആ ലളിതമായ ജീവിത രീതി അതാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? കൃഷിപ്പാടത്തിന് നടുവിലെ മരുതിൻ ചുവട്ടിലെ കഞ്ഞിപ്പുരയുണ്ട്. മരുതുമരത്തിലെ ഏറുമാടം ദേശത്തിൻ്റെ അടയാളമാകുന്നു. ഇതൊക്കെ ഒരു ദേശത്തിൻ്റെ അടയാളമാണ്. ഇതൊക്കെ അവരുടെ ആ നടുവിലെ മരുതിൻ ചുവട്ടിലെ കഞ്ഞിപ്പുര, മരുതു മരത്തിലെ ഏറുമാടം, ഇതൊക്കെ എന്താണ് ദേശത്തിൻ്റെ അടയാളമാകുന്ന പറഞ്ഞല്ലേ. അപ്പോൾ പനമ്പഞ്ഞി ചേർത്ത് പിടിച്ച് വെള്ളാരങ്കല്ലിൽ വെളുത്ത കല്ലിൽ ഉരുക്ക് കഷ്ണം, ഇരുമ്പിൻ്റെ ഒക്കെയുള്ള ഒരു കഷ്ണം ശക്തിയായി ഉരച്ച് തീ കൂട്ടുകയും പിന്നെന്താ വെച്ചത്, മണ്ണിൻ്റെ കലത്തിൽ അരിയിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയും ചെയ്യുന്ന രീതി ജനതയുടെ പിന്നോക്ക ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തീ ഉണ്ടാക്കണം അല്ലേ, എന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഭക്ഷണം അല്ലേ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ആ പിന്നോക്കാവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഏറുമാടവും ചൂരൽ വള്ളിയും ജനതയുടെ ജീവിതവുമായി അല്ലേ ബന്ധപ്പെട്ടിരുന്നെന്ന് നമുക്ക് സൂചിപ്പിക്കാം. ദേശം ആദിവാസി സമൂഹത്തിൻ്റെ ദൈനംദിന ജീവിതവും ആഹാരവും അധ്വാനമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെയും ജീവിതാവസ്ഥകളെയും അടയാളങ്ങളുടെ ജീവിതത്തിൻ്റെ കാണാപ്പുറങ്ങളെ കാണിച്ചിരിക്കുകയാണ് നാരായണൻ നമുക്ക് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. നമുക്കവിടെ ലളിതമായ ജീവിത രീതി കാണാൻ പറ്റുന്നല്ലേ. പഴയ മൺകലത്തിൽ ഒരു പിടി അരി കഴുകിയിട്ട് അടുപ്പത്താക്കി കഞ്ഞി വെക്കുന്നു. അതുപോലെ തന്നെ മുള കൊണ്ടുള്ള കുറ്റിയിലാണ് വെള്ളം കൊണ്ടുവരുന്നത്, പാത്രത്തിലല്ല. ശ്രദ്ധിച്ചു നിങ്ങളെ, അതൊക്കെ അവരുടെ ലളിതമായ ജീവിത രീതി, ഭക്ഷണ രീതി, ശീലത്തെയൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് അവരുടെ ഉപകരണങ്ങൾ അല്ലേ, നിർമ്മാണ വൈദഗ്ധ്യവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏറുമാടത്തിൻ്റെ പണികൾക്കായി കീറി ഉണക്കി ചുരുളായി കെട്ടിയ ചൂരൽ വള്ളിയുണ്ട്. മരത്തിൽ ചേർത്ത് കെട്ടിയ കല്ലൻ മുള, വാക്കത്തിയും അവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെയും പരമ്പരാഗത ഉപകരണങ്ങളുടെയും എന്താണ് ഒരു സൂചനയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യം എന്താണ്, ഇവർക്ക് പരമ്പരാഗതമായിട്ട് അറിവുണ്ട് അല്ലേ, വൈദഗ്ധ്യം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ കൃഷി പ്രധാനമായിട്ട് ഉപജീവന മാർഗ്ഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അവർ കഠിനാധ്വാനികളാണ്, ഏറുമാടം പണിയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അവരുടെ ജീവിതവും എന്താണ് അവരുടെ സംസ്കാരവും ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂട്ടുകാരെ, അടുത്ത ഭാഗം UA ഖാദർ എഴുതിയ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ എന്ന അനുഭവങ്ങൾ വിവരിക്കുന്ന ഒരു ഭാഗമാണ്. മറ്റ് രണ്ടുപേരുടെ പോലെ തന്നെ ദേശവുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനു മുമ്പിട്ട് നമുക്ക് UA ഖാദറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. 1935 നവംബർ 16 ബർമ്മയിലെ ബില്ലിൻ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. മാതാവ് ബർമാക്കാരി മാമൈദിയാണ്. പിതാവ് കേരളീയനായ മൊയ്തീൻ കുട്ടി ഹാജി. ആകാശവാണി കോഴിക്കോട് നിലയത്തിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ജോലി ചെയ്തിട്ടുണ്ട്. അഘോര ശിവം, തൃക്കോട്ടൂർ കഥകൾ, കഥ പോലെ ജീവിതം, തൃക്കോട്ടൂർ പെരുമ, ഒരുപടി വറ്റ്, മാണിക്യം വിഴുങ്ങിയ കണാരൻ, പന്തലായനിയിലേക്ക് ഒരു യാത്ര, അടിയാധാരം എന്നിവ പ്രധാന കൃതികളാണ്. തൃക്കോട്ടൂർ പെരുമ എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും അഘോര ശിവം എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ, UA ഖാദർ. ജന്മദേശത്തെക്കുറിച്ചുള്ള ചെറിയ ചിത്രങ്ങളും ആ സങ്കട കണികകളും ഒന്നൊന്നായി ഇടവിട്ടിടവിട്ട് കോർത്ത് ഒരു കഥയാക്കുവാനുള്ള എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. ചോദ്യം മനസ്സിൽ ഊറിക്കൂടുന്നു. ഏതാണ് എൻ്റെ ദേശം? പെറ്റുവളർന്ന ബർമയിലെ ബില്ലീൻ എന്ന ഗ്രാമമോ? മാപ്പിള എലിമെൻ്ററി സ്കൂൾ മുതൽ ബോർഡ് ഹൈസ്കൂൾ വരെ പഠിച്ച് ഉസ്സാങ്ങാൻ്റെ യകം എന്ന തറവാട്ട് വീട്ടിൽ ഒറ്റയാനായി കഴിഞ്ഞു വളർന്നു വലുതാവുന്നതിനിടയിൽ ചവിട്ടി നടന്ന മണൽപ്പാതകളും പള്ളികളും പള്ളിക്കൂടങ്ങളും പ്രാകൃതാചാര വിശ്വാസങ്ങളും ജീവിതശീലങ്ങളും സമ്മാനിച്ച കോവിൽക്കണ്ടി ദേശമോ? പെണ്ണും പെടക്കോഴിയും ഞാനെന്ന സത്വത്തിന് മേൽവിലാസവും പെരുമയും കനിഞ്ഞ് സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് ശരശയ്യൊരുക്കിയ തൃക്കോട്ടൂർ അംശം പാലൂര് ദേശമോ? എനിക്കറിയുന്നില്ല. ബില്ലീൻ എൻ്റെ ഹൃദയദേശം.
പന്തലായനി അംശം കോവിൽക്കണ്ടി ദേശവും തൃക്കോട്ടൂർ അംശം പാലൂർ ദേശവും എൻ്റെ ജീവിത വിലാസങ്ങളുടെ ദേഹവും ദേഹിയുമായ ഇടങ്ങൾ ഉൾക്കൊള്ളുന്ന ദേശദ്വയം. ഇങ്ങനെ അറുത്തുമുറിച്ച് പറയുവാനും എനിക്ക് ശക്തി പോരാ. അപ്പോൾ എന്താണ് ഇവിടെ യു എ ഖാദറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് ഏതാണ് ജന്മദേശം എന്നുള്ള ഒരു അദ്ദേഹത്തിന് ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ ഭാഗത്തൂടെ പറയുന്നത്. നോക്കുക, ജന്മദേശത്തെക്കുറിച്ചുള്ള ചിതറിയ ചിത്രങ്ങളാണ്. ആ സങ്കട കണികകളും ആ സങ്കടത്തിൻ്റെ ചില കണികകളുമാണ് ഒന്നൊന്നായി ഇടവിട്ട് കോർത്തൊരു കഥയാക്കുവാനുള്ള എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ജന്മദേശത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് സങ്കടം ദുഃഖങ്ങൾ വെച്ചുകൊണ്ട് ഒന്നായി ഇടവിട്ട് കോർത്തൊരു കഥയാക്കുവാനുള്ള എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. ചോദ്യം മനസ്സിൽ ഊറിക്കിടക്കുകയാണ്. അപ്പോൾ ഏതാണ് എൻ്റെ ദേശം? അപ്പോൾ 3 ദേശമാണ്. ഒന്നെന്താണ്? പെറ്റു വളർന്ന ബർമ്മ ബർമ്മ എന്ന രാജ്യത്തിലെ ബില്ലീൻ എന്ന ഗ്രാമമോ, ഗ്രാമത്തിലെ പേരെന്താണ്? ബില്ലീൻ എന്ന ഗ്രാമമാണോ? അല്ലെങ്കിൽ എന്താണ് അതിനുശേഷം കേരളത്തിലേക്ക് മാപ്പിള എലിമെൻ്ററി സ്കൂൾ മുതൽ ബോർഡ് ഹൈസ്കൂൾ വരെ പഠിച്ച് ഉസാങ്ങാൻ്റെ അകം എന്ന തറവാട്ട് വീട്ടിൻ്റെ പേരെന്താണ്? ഉസാങ്ങാൻ്റെ അകം എന്ന തറവാട്ട് വീട്ടിൽ ഏകനായി കഴിഞ്ഞു വളർന്നു വലുതാവുന്നതിനിടയിൽ ചവിട്ടി നടന്ന മണൽപ്പാതകളും പള്ളികളും പള്ളിക്കൂടങ്ങളും പ്രാകൃതാചാര വിശ്വാസങ്ങളും ജീവിതശീലങ്ങളും സമ്മാനിച്ച കോവിൽക്കണ്ടി ദേശമോ? ഈ കോവിൽക്കണ്ടി ദേശത്താണല്ലേ വളർന്നത്, അതുപോലെ തന്നെ സ്കൂളിൽ പോയത്, അതുപോലെ തന്നെ പള്ളിയിൽ പോയതൊക്കെ ഈ കോവിൽക്കണ്ടി ദേശമാണ്. അതിന് ശേഷം പെണ്ണും പിടക്കോയും കല്യാണം കഴിഞ്ഞ് പെണ്ണും പിടക്കോയും എന്ന അർത്ഥത്തിൽ പെണ്ണും കുട്ടികളും ഭാര്യയൊക്കെയുള്ള അർത്ഥമാണ്. ഞാനെന്ന സ്വത്വത്തിന് മേൽവിലാസവും പെരുമയും കനിഞ്ഞ് സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് ശരശയ്യൊരുക്കിയ തൃക്കോട്ടൂർ അംശം പാലൂർ ദേശമോ? അപ്പോൾ 3 സ്ഥലമാണ് ഉള്ളത്. അപ്പോൾ ഏതാണ് തൻ്റെ ജന്മദേശം എന്നുള്ള ഒരു ആശങ്കയാണ്, അല്ലെങ്കിൽ ഒരു സംശയമാണ് ഇദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അപ്പോൾ സ്വത്വം എന്താണ് അർത്ഥം? യാഥാർത്ഥ്യ സ്ഥിതിയാണ്. അപ്പോൾ ഞാനെന്ന യാഥാർത്ഥ്യ സ്ഥിതിക്ക് മേൽവിലാസം, എനിക്ക് മേൽവിലാസം, അതുപോലെ തന്നെ പെരുമ, പ്രശസ്തി, ഇതൊക്കെ കനിഞ്ഞ് സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് ശരശയ്യൊരുക്കിയ, എൻ്റെ വാർദ്ധക്യ ജീവിതത്തിന് ശരശയ്യ എന്ന് പറയുന്ന കാരണം എന്താണ്? ജീവിതത്തിലെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവില്ല, അതാണ് ശരശയ്യ എന്ന് പറയുന്നത്. തൃക്കോട്ടൂർ അംശം പാലൂർ ദേശമോ? ഏതാണ് തൻ്റെ ജന്മദേശമെന്ന ഒരു സന്ദേഹമാണ് ഇവിടെ എഴുത്തുകാരനുള്ളത് എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് പറയാം, എനിക്കറിയുന്നില്ല, ബില്ലീൻ എൻ്റെ ഹൃദയദേശമാണ്. ഞാൻ എൻ്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട ബർമ്മയിലെ സ്ഥലമാണ്, ഞാൻ ജനിച്ച ദേശമാണ് ഹൃദയദേശം എന്ന് പറയുന്നത്. പിന്നെ പന്തലായനി അംശം കോവിൽക്കണ്ടി ദേശവും തൃക്കോട്ടൂർ അംശം പാലൂർ ദേശവും എൻ്റെ ജീവിത വിലാസങ്ങളുടെ ദേഹവും ദേഹിയുമായ ഇടങ്ങൾ ഉൾക്കൊള്ളുന്ന ദേശദ്വയമാണ്. ദേശദ്വയം എന്ന് പറയുന്നത് എന്താണ്? 2 ദേശമാണ് ഏതൊക്കെയാണത്? എൻ്റെ ജീവിതം അപ്പോൾ പഠനവും, അതുപോലെ തന്നെ പഠനത്തിന് ശേഷം തന്നെ സാഹിത്യ മേഖലയിലേക്ക് കടന്നു വന്ന് ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടുള്ള 2 സ്ഥലങ്ങളുണ്ടല്ലോ. ആ 2 സ്ഥലങ്ങൾ ഇങ്ങനെ ഏതാണ് എൻ്റെ ജന്മദേശം എന്ന് പറയാൻ കഴിയുന്നില്ല. ഇങ്ങനെ അറുത്തുമുറിച്ച് പറയാനും എനിക്ക് ശക്തി പോരാ. അപ്പോൾ ഈ 3 ഏതാണ് എൻ്റെ ദേശമെന്ന് എനിക്ക് അറുത്തുമുറിച്ച് പറയാൻ എനിക്ക് ശക്തി പോരാ. എന്താ കാരണം? 3 സ്ഥലങ്ങളും വളരെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്, വളരെ പ്രാധാന്യമുള്ളതാണ് യു എ ഖാദറിന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂട്ടുകാരിങ്ങനെ യു എ ഖാദറിൻ്റെ ദേശത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ 3 ഗ്രാമവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. 3 ഗ്രാമവും അദ്ദേഹത്തിന് വളരെ വൈകാര്യമായിട്ടുള്ള ബന്ധമുള്ളതാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ എന്ന ഓർമ്മ കുറിപ്പിൽ ഉള്ളത്. നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് കിടക്കാം. അതാണ് ഷീല ടോമിയുടെ വല്ലി എന്ന നോവലിലെ കുറച്ച് ഭാഗമാണ്. ഷീല ടോമി പുതിയ എഴുത്തുകാരിയാണ്, യുവ എഴുത്തുകാരിയാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് ജനനം. മെൽക്കിഡായിസിൻ്റെ പ്രളയ പുസ്തകം, വല്ലി, ആ നദിയോട് പേര് ചോദിക്കരുത്, കിള്ളിനോച്ചിയിലെ ശലഭങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ. വല്ലി എന്ന തൻ്റെ പ്രശസ്തമായ നോവലിലെ ഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? നഷ്ടപ്പെട്ടുപോയ ദേശ സംസ്കാരത്തെയും പ്രകൃതി സൗന്ദര്യത്തെയും ഓർമ്മകളിലൂടെ അയവിറക്കുകയും മനുഷ്യർ അകന്നുപോയതിൻ്റെ ദുഃഖസ്മൃതികളുമാണ് ഷീല ടോമി പങ്കുവയ്ക്കുന്നത്. ദേശം വ്യക്തിയെയും സാമൂഹ്യ ജീവിതത്തെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നും
ഓരോ ദേശത്തിനും അതിൻ്റെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ പെരുമയുണ്ടെന്നും അടയാളപ്പെടുത്തുകയാണ് എഴുത്തുകാർ ചെയ്യുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വല്ലി ഷീല ടോമി. കശുമാമ്പഴത്തിൻ്റെ വാസന മറഞ്ഞപ്പോൾ നാടെങ്ങും കാപ്പിപ്പൂവിൻ്റെ നറുമണം പരക്കുകയായി. ഇപ്പോൾ കശുമാങ്ങ അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ കശുമാമ്പഴത്തിൻ്റെ വാസന, നല്ല വാസനയായിരിക്കും കശുമാങ്ങയ്ക്ക്. അപ്പോൾ അതിൻ്റെ വാസന, അതിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെന്താണ്, കാപ്പിപ്പൂവിൻ്റെ നല്ല സുഗന്ധമാണ്. കരിയില മൂടിയ കുന്നിൻപുറങ്ങളിൽ ഇരുണ്ട കാപ്പിമണികൾ സുവർണകാലത്തിൻ്റെ ചെമ്മുത്തു വിതറി. അപ്പോൾ കരിയില വീണ് മൂടിക്കിടക്കുന്ന കുന്നിൻപുറങ്ങളിലൊക്കെ എന്താണ്, ഇരുണ്ട കാപ്പിമണികൾ. അപ്പോൾ അത് കാപ്പിമണി പഴുത്ത് അല്ലേ കറുത്തിരുണ്ടി വീഴുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സുവർണകാലമാണ് എന്നുവെച്ചാൽ നല്ല വില കിട്ടുന്നത് കൊണ്ട് തന്നെ എന്താണ്, അവർക്ക് സുവർണകാലമായിരുന്നു കാപ്പി വിളയുന്ന സമയം. റബ്ബറും കുരുമുകളും ഇഞ്ചിയും മാറി മാറി കുന്നു കയറുമ്പോഴും, അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ കൃഷിയായിരിക്കും അല്ലേ. റബ്ബർ കൃഷി ഉണ്ടാവും, പിന്നെ കുരുമുളുണ്ടാവും, ഇഞ്ചി കൃഷി ഉണ്ടാവും. അതിങ്ങനെ കുന്നുകൾ കയറിപ്പോന്ന് വിൽക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ആ കുന്നുകൾക്കിടയിൽ പിന്നെ എന്താ കൃഷി, പച്ച മഞ്ഞപ്പാടങ്ങൾ, പച്ചയും മഞ്ഞയും നിറമുള്ള നെൽകൃഷിയുടെ അല്ലേ, അത് പച്ച നിറം ഉണ്ടാവും. പിന്നെ കുറച്ച് എന്താണ്, അത് നെല്ല് മൂത്ത് വരുമ്പോൾ ഒരു മഞ്ഞ നിറം വരും. പിന്നെന്താണ്, കയമ നെല്ലിൻ്റെ വാസനയുള്ള കൊയ്ത്തുകാലം. കയമ അല്ലേ, കയമ അരി കണ്ടില്ല നിങ്ങൾ, ബിരിയാണിയും നെയ്ച്ചോറൊക്കെ വെക്കുന്ന കയമ അരി കൊണ്ടാണ് അല്ലേ. അപ്പോൾ കയമ നെല്ലിൻ്റെ വാസനയുള്ള കൊയ്ത്തുകാലങ്ങൾ. പിന്നെന്താണ്, ആ മഞ്ഞപ്പാടങ്ങളിൽ നിന്ന് അല്ലേ, അത് കൊയ്ത്തുകാലം എന്താണ്, കയമ നെല്ലിൻ്റെ വാസനയുള്ള കൊയ്ത്തുകാലങ്ങൾ ഇങ്ങനെ കഴിയുകയാണ്. പിന്നെ ചിരട്ടക്കൂന മാതിരി, ചിരട്ടയുടെ കൂന അല്ലേ, ചിരട്ടയിൽ മണ്ണ് നിറച്ചിട്ട് കമഴ്ത്തി വെച്ചാൽ അതുപോലെ ഉണ്ടാകുന്ന എന്താണ്, കൂന പോലെയുള്ള മുള പൊട്ടുന്ന കപ്പക്കൂടങ്ങൾ. പിന്നെ മരക്കിഴങ്ങ് കപ്പ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതിൻ്റെ കൂടങ്ങൾ കാണാൻ പറ്റും. ഓരോരോ കാലത്ത് ഓരോ കൃഷിയാണ്. അപ്പോൾ കപ്പമാട്ടു കല്യാണത്തിന് പെട്രോൾ മാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നും. അപ്പോൾ എന്താണ് കപ്പമാട്ടു കല്യാണം എന്ന് പറയുന്നത്, അത് കപ്പ എന്ന് പറയുന്നത് നമ്മുടെ മരക്കിഴങ്ങ് എന്ന് പറയുന്നില്ല, അത് ഒരു കല്യാണം, ഒരു ആഘോഷം പോലെയാണ് അവർക്ക് കപ്പവാട്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയാണത്, പണ്ട് നാട്ടിൻപുറങ്ങളിലെ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലെ അയൽവാസികളൊക്കെ ഒന്നിച്ചു കൂടിയിട്ട്, വർഷത്തിൽ ഒരു പ്രാവശ്യം ഒന്നിച്ചു കൂടിയിട്ട് എന്താണ്, വാർഷികോത്സവങ്ങളിൽ ഒന്നായിരുന്നു കപ്പവാട്ടൽ എന്നാണ് പറയുന്നത്. കല്യാണം എന്ന് പറയും, കപ്പവാട്ടൽ കല്യാണം. ഉച്ച കഴിയുന്നതോടെ എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ എന്താണ് കപ്പ പറിക്കാൻ തുടങ്ങുന്നു. അയൽപ്പക്കത്തു നിന്നും എന്താണ് പാത്രവും ചെമ്പും വലിയ വലിയ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് മൂർച്ചയുള്ള കത്തികളും പിന്നെ അതാണ് പനമ്പുകളും കടം വാങ്ങി റെഡിയാകേണ്ടത് പെണ്ണുങ്ങളുടെ ജോലിയായിരുന്നു. അപ്പോൾ എല്ലാം റെഡിയാക്കി നിൽക്കേണ്ടത് പാത്രവും കത്തിയൊക്കെ എടുത്ത് നിൽക്കേണ്ടത് പെണ്ണുങ്ങളുടെ ജോലിയാണ്. അപ്പോൾ മുറ്റത്തിനോരത്ത് അല്ലേ, മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് മല പോലെ പറിച്ചു കൂട്ടുന്ന കപ്പ, വലിയ കൂമ്പാരമായിട്ട് ഇങ്ങനെ കപ്പ കൂട്ടി പോകും. അപ്പോൾ 3 തരത്തിലുള്ള ഉണക്ക കപ്പകളാക്കി മാറ്റുന്നതിനായി 3 വീതം വെക്കുകയാണ്. 3 തരത്തിലുള്ള വാട്ടുകപ്പ, വെള്ളുകപ്പ, കൊണ്ടാട്ടം കപ്പ, ഇങ്ങനെ 3 തരത്തിലുള്ള കപ്പ മാട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരുങ്ങുകയാണ്. അതെങ്ങനെയാണത്, വാട്ടുകപ്പക്കും വെള്ളുകപ്പക്കും ഉള്ളത് തൊലി കളഞ്ഞ് അല്ലേ, നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വട്ടത്തിൽ ചിപ്സ് അരിയുന്നത് പോലെ ചെത്തിക്കൂട്ടും. കൊണ്ടാട്ടത്തിന് ഉള്ളത് തൊലി കളഞ്ഞ് ചെണ്ടമുറിയൻ കഷ്ണങ്ങളാക്കിയ ശേഷം, ചെണ്ട പോലെയുള്ള മുറിയൻ കഷ്ണങ്ങളാക്കിയ ശേഷം അവിയലിനുള്ള കഷ്ണങ്ങൾ പോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു കൂട്ടും. ഇനി മറ്റെന്താണ്, വാട്ടക്കപ്പക്കുള്ളതും കൊണ്ടാട്ടത്തിനുള്ളതും വലിയ പാത്രങ്ങളിൽ വാട്ടിയാണ് പാറപ്പുറത്തോ പനമ്പിലോ നിരത്തി ഉണക്കുക. അപ്പോൾ ഇങ്ങനെ കപ്പ അല്ലേ പല വിധത്തിലുള്ള രീതികളിൽ നമുക്ക് ഭക്ഷണത്തിനായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലേ ഒരു ക്രമീകരണമാണ് അവർ നടത്തുന്നത്. അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുന്നത്, ഈ നേരത്തെ നമ്മൾ പറയാം കപ്പ വാട്ടൽ കല്യാണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അന്ന് കപ്പമാട്ട് കല്യാണത്തിന് പെട്രോൾ മാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നും എന്ന് പറയുന്നതാണ്. അങ്ങേക്കുന്നിലെ ആൾക്കാരും ഇങ്ങേക്കുന്നിലെ ആൾക്കാരും പെട്രോൾ പണ്ടതുള്ള ഒരു ഗ്യാസ് അല്ലേ ഉപയോഗിച്ചുള്ള ഒരു വിളക്കാണ് പെട്രോൾ മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നെല്ലാം രാവേറെ അല്ലേ നീളുന്ന ഉണ്ടക്കണ്ണൻ കുമാരൻ്റെ നുണക്കഥകൾക്കായി ദേശം ഉറങ്ങാതിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഉണ്ടക്കണ്ണൻ കുമാരൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഇങ്ങനെ ഇല്ലാത്ത കഥകളൊക്കെ പറയും. അതിന് വേണ്ടിയിട്ട് ദേശം ഉറങ്ങാതിരുന്നു പറയുന്നത്. പുഴുങ്ങി വാട്ടി വെയിലത്തുണക്കി പാകമാക്കിയ മരച്ചീനി ചീന്തുകൾ,
മുളമ്പത്തായങ്ങളിലും ചാക്കുകെട്ടുകളിലും കയറിക്കൂടി വിറകടുപ്പിന് മുകളിലെ ചേരുകളിൽ തിങ്ങി ഞെരുങ്ങി ദീർഘ സുഷുപ്തിയിലാണ്ടു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഈ കപ്പയുടെ ഈ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ പലതരത്തിലുള്ള മരച്ചീനി ചീന്തുകൾ, മരക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ മുളമ്പത്തായങ്ങളിലും മുളകൊണ്ടുണ്ടാക്കിയ പത്തായങ്ങളിലും ചാക്കുകെട്ടുകളിലും കയറിക്കൂടെ ചാക്കിലാക്കിയിട്ട് വിറകടുപ്പിൻ്റെ മുകളിലെ ചേരുകളിൽ തിങ്ങി ഞെരുങ്ങി ദീർഘ സുഷുപ്തിയിലാണ്ടു. ഇങ്ങനെ എന്താണ് ദീർഘ സുഷുപ്തി എന്ന നീണ്ട ഉറക്കമാണ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അവർ സൂക്ഷിച്ചു വെക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത പാരഗ്രാഫ് നോക്കുക. പിന്നീടുന്നോ എങ്ങനെയോ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണു പോകാനും എന്ന് പറഞ്ഞാൽ കുന്നുകൾ ഇടിച്ച് നിരത്താൻ തുടങ്ങിയില്ലേ, അതാണ് ഭൂമിക്കുള്ളിലേക്ക് താണു പോകാനും പാടങ്ങൾ മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ കാണാണ്ടായി എന്ന് പറഞ്ഞാൽ പ്രകൃതിക്കുണ്ടാകുന്ന മനുഷ്യനുണ്ടാക്കി വരുന്ന മാറ്റം എന്താണ് മനുഷ്യർ തമ്മിലുള്ള അകൽച്ചയ്ക്കും കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ തമ്മിൽ അറിയാണ്ടായി. അങ്ങനെ അറിയാണ്ടായി ഇന്നുമുണ്ട് കല്ലുവയൽ എന്ന പ്രദേശം, പഴങ്കഥകളുടെ കല്ലുവയൽ എന്നാണ് കഥാകാരി പറയുന്നത്. ഷീല ടോമിയുടെ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാലക്രമേണ ഒരു ദേശത്തിനുണ്ടാകുന്ന ഭൗതികവും സാമൂഹികവുമായ വലിയ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കുന്നുകളും പാടങ്ങളും പോലുള്ള പ്രകൃതിദത്തമായ ഭൂഭാഗങ്ങൾ ഇല്ലാതാകുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെയും ആശയവിനിമയത്തെയും പോലും എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു. അല്ലേ, നമ്മളെ അക്കരയും ഇക്കരയും തമ്മിൽ കാണാണ്ടായി, തമ്മിൽ അറിയാണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു മാറ്റം അല്ലേ നമ്മുടെ വയനാടിനും സംഭവിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ഇങ്ങനെ 3 പാഠഭാഗങ്ങളിലും ദേശത്തെക്കുറിച്ചുള്ള അവരുടെ പൊലിമയാണ് പറഞ്ഞത് അല്ലേ. ഓരോ ദേശവും ഓരോരുത്തർക്കും പ്രധാനപ്പെട്ടതാണ്, നമുക്ക് നമ്മുടെ ദേശവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എഴുത്തുകാർ എന്താണത് തങ്ങളുടെ കൃതികളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കൂട്ടുകാർക്കും തങ്ങളുടെ നാടിനെക്കുറിച്ച്, നാടിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇങ്ങനെ കുറിപ്പുകൾ എഴുതാൻ പറ്റും. അത് സാഹിത്യരൂപത്തിലായാലും കവിത അല്ലേ, സാഹിത്യരൂപത്തിലായ കവിതയിലായാലും കഥയിലായാലും നോവലിലായാലും എന്താണ് കൂട്ടുകാരും അത് എഴുതാൻ ശ്രമിക്കുക. കൂടുതൽ അല്ലേ നമ്മുടെ ദേശത്തെ കൂടുതൽ എന്താണ് ശ്രദ്ധിക്കാനും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മനസ്സിലോർത്ത് വെക്കാനും ശ്രമിക്കുക. ഓരോ കാലം കഴിയുന്തോറും നമ്മുടെ നാട്ടിലുള്ള അല്ലേ പലതരം കാഴ്ചകളും അപ്രത്യക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും എന്താണ് ഈ 3 ഭാഗവും കൂട്ടുകാർ നന്നായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താണ് കൂടുതൽ അല്ലേ ഇത്തരത്തിലുള്ള സാഹിത്യകൃതികൾ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഈ 3 പാഠഭാഗങ്ങളിലൂടെയും നമ്മൾ എന്താണ് പഠിച്ചെന്നുള്ളതെന്ന് ചുരുക്കി പറയുകയാണ് അല്ലേ. കോവിലിൻ്റെ തട്ടകത്തിലൂടെ എന്താണ് തൻ്റെ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് വിവരിച്ചത്. അതുപോലെ തന്നെ നാരായണൻ്റെ കൃതിയിൽ എന്താണ് പറയുന്നത്, തീ ഉണ്ടാക്കുന്നതിന് പോലും ഏറെ പാടുപെടുന്ന ആദിവാസി സമൂഹത്തിൻ്റെ ദുരിത ജീവിതമാണ് ചെറിയ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. യു എ ഖാദർ എന്താണ് ചെയ്യുന്നത്, ദേശങ്ങളിൽ തൻ്റെ സ്വത്വം തിരികെയാണ് അല്ലേ. തൻ്റെ യഥാർത്ഥ ജീവിതദേശം ഏതാണെന്നുള്ള ഒരു ആശങ്ക അല്ലേ 3 സ്ഥലവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്, വൈകാരികമുള്ള സ്ഥലമായിട്ട് തോന്നുകയാണ് യു എ ഖാദറിനെ എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം എന്താണ് നഷ്ടപ്പെട്ടു പോയ ദേശസംസ്കാരത്തെയും പ്രകൃതി സൗന്ദര്യത്തെയും ഓർമ്മകളിലൂടെ അയവിറക്കുകയും മനുഷ്യർ അകന്നുപോയതിൻ്റെ ദുഃഖസ്മൃതികളുമാണ് ഷീല ടോമി പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെ 3 പാഠഭാഗങ്ങളും വളരെ അസാധ്യകരമാണ്, അതുപോലെ തന്നെ ആലോചനാമൃതവുമാണ്. കൂട്ടുകാരെ പാഠഭാഗങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക, നിരീക്ഷിക്കുക. ഭാവിയിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാഹിത്യ സൃഷ്ടി നടത്താനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ ഈ പാഠഭാഗം വിശകലനം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.